ഹായ്, നമ്മളെ മുന്നേ നമ്മളൊരു ഗിവ് അവേന്റെ കാര്യം പറഞ്ഞിരുന്നേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് ആൾ കണ്ടിട്ട്, ഒരുപാട് ആൾ ഷെയർ ചെയ്തതിന്, ഒരുപാട് ആൾ കമന്റ് ഇട്ട്. പക്ഷേ ഗിവ് അവേന്റെ നമുക്ക് നെറുക്കെടുപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞല്ല, എൻ്റെ സൗണ്ടൊക്കെ പോയിപ്പോയിനെ, ജലദോഷം വന്നിട്ട് ഇപ്പോൾ ക്ലിയർ ആയില്ല. അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് കൂട്ടില്ല, സൗണ്ട് കുറച്ച് കുറവാണ്. അതുകൊണ്ട് വെച്ച് നീണ്ടുപോയി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ടൂറും പോയി, ഒരു 4 ദിവസത്തെ ടൂറും പോയി. വലിയ ദൂരമൊന്നുമല്ല, നമ്മളെ ഈ ഇട്ടവട്ടത്ത് അധികം വലിയ ദൂരമൊന്നുമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒന്ന് ചുറ്റിക്കിറങ്ങി എല്ലാം കൂടി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടൂർ പോയിട്ട് നമ്മളിതാ എത്തിയിട്ടേ ഉള്ളൂ. എത്തിയ ഉടനെ നമ്മൾ ഗീവ് അവേന്റെ നെറുക്കെടുപ്പാണ് നടത്താൻ പോകുന്നത്. ഇതുണ്ടല്ല, നമ്മളെ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതിൽ ഷെയർ ചെയ്ത് ഇതിൽ കമന്റ് ചെയ്തവരെ സെലക്ട് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കുറേ ആൾക്കാരെ ഞാനിത് അതിൻ്റെ അകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മളെ ഭാഗ്യവാന്മാരുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് 10-40 നെറുക്കെടുപ്പ് ഉണ്ടാവും. ഏതായാലും ഇന്ന് ഒരു 10 നെറുക്കാതെ ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് ഇത് കൊടുത്തതിൻ്റെ ആകുമ്പോൾ അടുത്ത നെറുക്കെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം പരിപാടിയെ. അപ്പോൾ ഇത് മിക്സാക്കി വെച്ചാണ്, എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി മിക്സാക്കാം. ശേഷം കുറച്ച് അടുത്തുനിന്നുണ്ടോ മിക്സ് ആയിക്കോട്ടെ. ഇതിൽ സെലക്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമതൊരു സെലക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എടുത്തൂടെ എന്നാൽ. അപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ധന്യ KV ഏട്ടാ, നമ്മളെ ഫസ്റ്റ് നെറുക്കിട്ട ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ സ്ഥലം എന്നുള്ളതൊക്കെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ നെറുക്കെടുപ്പ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഭാഗ്യവാൻ ആരാന്നുള്ളത് വേമ്പേ തീർക്കുക. 10 ഉണ്ട്, നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ആള് ഫിദു വേൾഡ് എന്നാണ് ഇതിനകത്ത് പേരുള്ള. അപ്പോൾ ഓരോ നമ്മൾ വിളിക്കുന്നതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ നോക്കാം നമുക്ക്. ഇത് മൂന്നാമത്തെ ആള് ഗേൾലി ലൈഫ് എന്നാണ് ഇൻസ്റ്റയിലുള്ള. എന്തായാലും നോക്കിയിട്ട് വിളിക്കാം, മെസ്സേജ് അയച്ചിട്ടോ നമുക്ക് അവരായിട്ട് ബന്ധപ്പെടാന്ന് വിചാരിക്കുന്നത്. നാലാമത്തത് ആബിദ എന്നാണ് പേര് കേട്ടാ. അപ്പോൾ ആബിദാന നമ്മൾ വിളിക്കുന്നതായിരിക്കും. ഇനി അഞ്ചാമത്തെ നെറുക്കെടുപ്പാണ്. ഒന്ന് തുള്ളി ഉണ്ട്, പുറത്ത് തുള്ളിയാളെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അഞ്ചാമത്തെ ആളുണ്ടല്ലോ, ഇൻസ്റ്റയിൽ നിന്നാണ്. ഇൻസ്റ്റയിൽ എഡിറ്റർ 00 പിന്നെ 2.6 എന്നാന്നുള്ളത്. അപ്പോൾ അഞ്ചാമത്തെ ആളായിട്ടുണ്ട്. ഇനി അടുത്തത് ആറാമത്തെ ഭാഗ്യവാന, മിക്സാക്കാൻ വിട്ടുപോയി. ആറാമത്തെ ഭാഗ്യവാന നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഷന്യ വർഗീസ് എന്നാണ് ആറാമത്തെ ആളെ പേര്. പിന്നെ ഏഴാമത്തെ ഭാഗ്യവാനാണ് നമ്മളിത് നോക്കുന്നത്. ഭാഗ്യം എന്ന് വെച്ചാൽ വലിയ ഭാഗ്യമൊന്നുമല്ലേ, ചെറിയ സമ്മാനമാണ്. അതേ നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ സമ്മാനങ്ങളാണ്. അപ്പോൾ വലിയ ഒരു സംഭവമല്ല എന്നുള്ളത് നമ്മൾ ഗിവ് അവേന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞേ. അപ്പോൾ ഏഴാമത്തെ ആള് വിസ്മയ നിതിൻ എന്നാണ് പേരുള്ളത്. അപ്പോൾ ഏഴാമത്തെ ആളായി. ഇനി എട്ടാമത്തത് ഒരു കൂളിയാടൻ എന്നാണ് ഇതിനകത്ത് പേരുള്ള എട്ടാമത്തെ ആളെ. അപ്പോൾ നമ്മളെ 9ാമത്തെ നെറുക്കെടുപ്പാണ്. 9ാമത്തെ നമുക്ക് നോക്കാം. ഇത് കുറച്ച് വലിയ പേരാണ്. രജീഷ് രാജു നെടുമ്പ്ര എന്നാണ് പേരുള്ള. അപ്പോൾ 9ാമത്തെ ഭാഗ്യവാനും കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അതെ 10ാമത്തെ ആളെ നോക്കാം നമുക്ക്. 10ാമത്തെ ഗിവ് അവേയില് നമ്മളെ ഭാഗ്യവാൻ. അപ്പോൾ 10ാമത്തത് യഹിയ മുഹമ്മദ് 400 എന്നാണ് അതിനകത്ത് നമ്പറുള്ള. 4330 എന്നാണ് അതിനകത്ത് നമ്പറുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നെറുക്കെടുപ്പിലെ ഭാഗ്യവാന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ഭാഗ്യമല്ല, ചെറിയ ഭാഗ്യം, ചെറിയ സമ്മാനങ്ങളാണ്. പക്ഷെ കുറേ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഭാഗ്യവാന്മാർക്കുള്ള സമ്മാനം പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ എന്തായാലും അങ്ങോട്ടേക്ക് എത്തും. പിന്നെ ഒരുപാട് ദൂരമാണെങ്കിൽ കൊറിയറിൽ അയക്കുന്ന നല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അയക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി നെറുക്കെടുപ്പ് നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഞാൻ കൊടുക്കുന്നതായിരിക്കും. കൊടുക്കുന്ന വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ശരി, ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.